പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ ദൈവം നമുക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന നമ്മെ ജയത്തോടെ നടത്തിയ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്നവൻ, സർവശക്തൻ, സർവജ്ഞാനി, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവ് ഇന്ന് രാത്രി മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ. ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ ആമേൻ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ നന്ദി കർത്താവേ. Thank you Jesus. Hallelujah. കാലുകളിൽ തട്ടാതെ, കാലിലെ വീഴ്ചയിൽ നിന്ന്, കണ്ണിലെ കണ്ണുനീരിൽ നിന്ന്, പ്രാണന മരണത്തിൽ വിടുവിച്ചവനായ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ശ്രമിക്കുവാൻ പോകുന്ന ഗാനം ഒരു പ്രഖ്യാപനമാണ്. ക്രൂശിൽ തറച്ച കുറ്റപത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. ശിക്ഷാവധിയില്ലെന്ന് സത്യത്തിന്റെ ജയം. ആമേൻ. മരണഭയം തകർന്ന നിമിഷത്തിന്റെ പ്രഖ്യാപനം. ഇത് വികാര ഗാനമല്ല, വിജയത്തിന്റെ ഗാനമാണ്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും വികാര ഗാനമല്ല, വിജയത്തിന്റെ ഗാനമാണ്. ക്രൂശിൽ തറച്ചിരിക്കുന്നു എൻ്റെ കുറ്റപത്രം, രക്തത്തിൽ കഴുകിയിരിക്കുന്നു എൻ്റെ ജീവിതം. ശാപമായി തീർന്നവൻ എൻ്റെ രക്ഷകൻ, മരണത്തെ ജയിച്ചവൻ എൻ്റെ ജീവൻ. ന്യായവിധി എനിക്കില്ല, ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രൻ. ഇരുട്ടിൻ്റെ രാജ്യം വിട്ടു ഞാൻ, വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ ചേർന്നു ഞാൻ. മരണഭയം തകർന്നു പോയി, നിത്യജീവൻ തുറന്നു നിന്നു. ദൂരസ്ഥനല്ല ഞാനിനി, രക്തത്താൽ സമീപസ്ഥൻ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, പുതിയ സൃഷ്ടി ഞാൻ ഇന്നാണ്. ക്രൂശ് തോൽവിയല്ല, അത് ജയഘോഷം തന്നെ. എത്ര പേർക്ക് പറയുവാൻ കഴിയും ക്രൂശ് തോൽവിയല്ല, ആമേൻ, അത് ജയമാണ്. ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ രക്തത്താൽ ആമേൻ ഞാൻ കഴുകൽപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ കഴുകൽ പ്രാപിച്ചു. ഹല്ലേലൂയ. ആകയാൽ ആമേൻ ഞാൻ പുതിയ സൃഷ്ടിയാണ്. ആമേൻ. ഇനി ഞാൻ തോൽവി അടഞ്ഞവനല്ല, ആമേൻ, ഞാൻ ജയിച്ചവനാണ്. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗെ നമുക്കായി ഇരിക്കുന്ന ആ നല്ല കർത്താവിന്റെ ആ മഹനീയ സാന്നിധ്യം ഇന്ന് ഈ സമയത്തും അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആമേൻ ഒരു നിമിഷം കണ്ണുകളെ അടച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നടത്തിയ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം, നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും അവിടുന്ന് ഞങ്ങളെ ജയത്തോടെ നടത്തുന്ന അവിടുത്തെ വിശ്വസ്തയോർത്ത് ഞങ്ങൾ എനിക്ക് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ ആ വെളിപ്പാടുകൾ, വചനത്തിന്റെ ആഴങ്ങൾ ഇന്ന് രാത്രി ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി തരണമേ. ആത്മനിറവോടെ ആത്മാവിന്റെ നിയോഗത്തോടെ ഇന്ന് രാത്രി അവിടുത്തെ വചനം ശുശ്രൂഷിപ്പാൻ അടിയന് കൃപ നൽകണം. കൂട്ടായ്മയിൽ കടന്നു വരുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും ഈ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ വിശ്വസ്തനെന്നെണ്ണി എന്നെയും കുടുംബത്തെയും നിർത്തിയിരിക്കുന്ന വിശ്വസ്തതയ്ക്ക് ഓർത്ത് ഞാൻ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന വരും ദിവസങ്ങളിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ധ്യാനിപ്പാനായി ചിന്തിപ്പാനായി നൽകിയിരിക്കുന്ന വേദഭാഗം വായിച്ച് ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പങ്കിട്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ക്രൂശിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആ രക്ഷ, ആമേൻ, അതിന്റെ ആ സന്തോഷം അനുഭവിപ്പാൻ ഇടയായി. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കൂടപ്പിറപ്പേ, ഇന്ന് നാം ഒരു പ്രധാന ആത്മീയ വിഷയത്തെ ആമേൻ അത് കേൾക്കുവാനായി, ധ്യാനിപ്പാനായി, പഠിക്കുവാനായി പോകുകയാണ്. യേശുവിന്റെ കാൽവരി മരണം കൊണ്ട് നാം ഏത് ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു? ആമേൻ. ചിലർ പറയുന്നു ബൈബിളിൽ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നാണ് ആമേൻ വിടുവിച്ചത് എന്ന്. ആമേൻ. അങ്ങനെ മാത്രമേ ഉള്ളൂ എന്ന് ചിലർ ആമേൻ അതേ വാദിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ വചനത്തിലൂടെ ആമേൻ ഈ ചിന്തകൾക്ക് മറുപടി നൽകുവാൻ ഇടയാകേണ്ടതിനായി ആമേൻ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലേക്ക് അടുത്തു ചെല്ലാം. ആമേൻ. ജീവിത ശാപം, ആമേൻ, കുടുംബ ശാപം, ദാരിദ്ര്യ ശാപം തുടങ്ങിയ വാക്കുകൾ ബൈബിളിൽ ഇല്ല. അപ്പോൾ സത്യം എന്താണ്? വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആമേൻ ഇന്ന് രാത്രി നമുക്ക് പരിശോധിക്കാം. ആമേൻ. ഇന്ന് രാത്രി ആമേൻ ആരൊക്കെ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകും എന്ന് എനിക്കറിയില്ല. ആമേൻ. ആര് പങ്കാളിത്തം വഹിച്ചാലും ആമേൻ നിശ്ചയമായും ദൈവവചനത്തിന്റെ വെളിപ്പാടിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ ശാപം ആമേൻ ദൈവവചന അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായി, ധ്യാനിക്കുവാനായി, പഠിക്കുവാനായി പോകുകയാണ്. അതിനാധാരമായി ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യമാണ് വായിപ്പാനായി താല്പര്യപ്പെടുന്നത്. ആമേൻ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം വേഗത്തിൽ വായിക്കുക. മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി.
ഹല്ലേലൂയ. ആമേൻ. വളരെ ശക്തമായും വ്യക്തമായും ശാന്തമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ഭരമേൽപ്പിച്ച ആമേൻ ദൈവവചനത്തിനകത്ത് ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തു നമുക്കായി ശാപമായി തീരുകയോ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. ആമേൻ. ഇവിടെ വ്യക്തമായി പറയുന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. ആമേൻ. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ശാപം എന്താ എന്നൊരു ചോദ്യം ആമേൻ ന്യായമായിട്ടും ആമേൻ നമ്മുടെ കൃത്തിൽ നിന്ന് ഉയർന്നു വരും. ഹല്ലേലൂയ. എന്താണ് ആമേൻ ന്യായപ്രമാണത്തിന്റെ ശാപം? ആമേൻ. ആ ന്യായപ്രമാണത്തിന്റെ ശാപത്തെ കുറിച്ച് അറിയണമെങ്കിൽ ആവർത്തന പുസ്തകം നിയമാവർത്തനം ആമേൻ 28-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം നാം ഒന്ന് ആമേൻ വായിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാലും ആമേൻ ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. എന്നാൽ നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചു നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെയും നിനക്ക് വന്ന് ഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം ആമേൻ 15-ാം വാക്യത്തിൽ ആമേൻ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേൾക്കാതെ ഇരിക്കുമെങ്കിൽ ആമേൻ ഈ ശാപങ്ങൾ എല്ലാം ആമേൻ നിന്റെ ജീവിതത്തിൽ ആമേൻ വന്ന് ഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. അവിടെ പറയുന്ന ശാപങ്ങൾ എന്തൊക്കെയാണ്? ഹല്ലേലൂയ. 28-ാം അധ്യായം 21-22 വാക്യങ്ങളൊന്ന് വായിക്കാം. ഹല്ലേലൂയ. 28-ാം അധ്യായം 21-22. ക്ഷയരോഗം, ജ്വരം, പുകച്ചൽ, അത്യുഷ്ണം, വരൾച്ച, വെൺകത്, വിഷമഞ്ഞ് എന്നിവയാൽ യഹോവ നിന്നെ ബാധിക്കും. നീ നശിക്കും വരെ അവ നിന്നെ പിന്തുടരും. നിന്റെ തലയ്ക്ക് മീതെയുള്ള ആകാശം ചെമ്പും നിനക്ക് കീഴുള്ള ഭൂമി ഇരുമ്പും ആകും. ഹല്ലേലൂയ. അപ്പോ ആമേൻ അവിടെ ആമേൻ അതേ നിയമാവർത്തനങ്ങൾ മോശയാൽ എഴുതപ്പെട്ട മോശയാൽ ലഭിച്ച ആമേൻ പഞ്ചപുസ്തകത്തിൽ ആമേൻ അതേ ആ നിയമാവർത്തന പുസ്തകത്തിനകത്ത് 28-ാം അധ്യായം 21-22 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു രോഗങ്ങളുടെ ഒരു ലിസ്റ്റ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ക്ഷാമം അല്ലേ, സാമ്പത്തിക തകർച്ച, കുടുംബ ദുരിതം, ആമേൻ, ശത്രുക്കളുടെ പീഡനം, ആമേൻ, ഇത്യാദി കാര്യങ്ങള് ആമേൻ വളരെ വ്യക്തമായി നാം ആ ഭാഗം ആമേൻ വായിച്ച് ഗ്രഹിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതായത് ന്യായപ്രമാണത്തിന്റെ ശാപം എന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ശാപങ്ങളുടെ സമാഹാരമാണ്. ഹല്ലേലൂയ. ആമേൻ. പാപത്തിന്റെ ശാപം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്താണ് പാപത്തിന്റെ ശാപം? ആമേൻ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം ആമേൻ നാം എടുത്താൽ അതിന്റെ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആമേൻ അതേ ഭൂമിയിൽ ശാപം എങ്ങനെ കടന്നു വന്നു എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോ ശാപത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് നാം ഒന്ന് ആമേൻ തൊട്ടു പോകേണ്ടിയിരിക്കുന്നു. ആമേൻ. ഉൽപ്പത്തി 3:17 വേഗത്തിൽ വായിക്കാം. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം തിന്നുകയോ ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു.
ശപിക്കപ്പെട്ടിരിക്കുന്നു. ആയുഷ്കാലമൊക്കെയും നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്നും അഹോവൃത്തി കഴിക്കും. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭൂമി നിന്റെ നിമിത്തം ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ആമേൻ ആദാം മൂലം ഭൂമി ശപിക്കപ്പെടുവാനിടയായി തീർന്നത്? പാപം മൂലമാണ്. ഹല്ലേലൂയ. ആമേൻ. അനുസരണക്കേട് മൂലമാണ്. ആമേൻ. അതെ, ഭൂമി ശപിക്കപ്പെട്ടു. ആമേൻ. വേദനയും പ്രയാസവും ആമേൻ ആത്മീയ മരണവും ആമേൻ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണമിടയായി. ആമേൻ. എന്നാൽ പുതിയ നിയമ ആമേൻ പുസ്തകം റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ആമേൻ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ കുറിച്ച് സഭയ്ക്ക് ഒരു ബോധ്യം കൊടുക്കുകയാണ്. ആമേൻ. ഒരു അറിവ് കൊടുക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാണ്. മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ശ്രദ്ധിക്കണമേ. ആമേൻ. പാപം മൂലം ഭൂമി ശപിക്കപ്പെട്ടു. ആമേൻ. അങ്ങനെ ഭൂമിയിൽ വേദനയുണ്ടായി, പ്രയാസമുണ്ടായി, ആത്മീയ മരണമുണ്ടായി. ആമേൻ. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യന്റെ ജീവിതത്തിലുള്ള ആമേൻ വേദനയും പ്രയാസവും ആമേൻ അവൻ ദൈവത്തെ വിളിക്കുവാനും ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുമുള്ള ഒരു ആമേൻ വഴിയായി ആമേൻ അത് മാറുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ കാലത്തിന്റെ തികവെങ്കിൽ ആമേൻ കന്യക മറിയയുടെ ഉദരത്തിലൂടെ പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അങ്ങനെ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗങ്ങളായി കൂടിയിരുന്ന ആമേൻ ദൈവജനത്തോടായി ആമേൻ അവിടുത്തെ ദാസനായ ആമേൻ പൗലോസ് അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ആമേൻ അതേ പറയുകയാണ്, ഒരു മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നു. ആമേൻ. പാപം മൂലം ആമേൻ മരണം ആമേൻ അതേ കടന്നുകൂടി. അതായത് ആദാമിന്റെ പാപം മരണത്തിന്റെ ആമേൻ ശാപം മനുഷ്യരിലേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ആമേൻ. പാപത്തിന്റെ ശാപം ആമേൻ ആദിമ മനുഷ്യനിലായ ആദമിലാണ് തുടങ്ങിയത്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ശാപത്തിന്റെ ആമേൻ വിഷയം ആമേൻ ശരിയായി മനസ്സിലാക്കാൻ ആമേൻ നമുക്ക് തുടക്കം ആമേൻ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഉൽപ്പത്തി പുസ്തകം ആമേൻ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നാം വായിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ഭൂമി ശപിക്കപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ ബന്ധത്തിന്റെ തകർച്ച, ഏത് ബന്ധത്തിന്റെ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ തകർച്ച അവിടെയാണ് ആരംഭിക്കുന്നത്. ആമേൻ. ഇവിടെ ശ്രദ്ധിക്കുക, ദൈവം ആദാമിനെ എന്ത് ചെയ്തില്ല? ശപിച്ചില്ല. കാരണം ഭൂമി നിന്റെ നിമിത്തം ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പോ ദൈവം ആദാമിനെ ശപിച്ചില്ല, പിന്നെ ഭൂമിയാണ് ശപിക്കപ്പെട്ടത്. അതിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം തകർന്നു. ആമേൻ. അതിന്റെ ഫലമായി സൃഷ്ടിയും ആമേൻ ബാധിക്കപ്പെട്ടു. ആമേൻ. അതുവരെ അനുഗ്രഹമായിരുന്ന ഭൂമി, ഹല്ലേലൂയ, അതുവരെ ആമേൻ സന്തോഷകരമായ ജീവിതം ഇനി വിയർപ്പോടെ മാത്രം ആമേൻ ഫലം ആമേൻ അനുഭവിപ്പാൻ ഇടയാകുന്ന നിലയിലേക്ക് ആമേൻ മനുഷ്യൻ ഭൂമിയെ ആമേൻ ശാപത്തിലേക്ക് ആമേൻ അതേ നയിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അങ്ങനെ പാപം വന്നപ്പോൾ അനുഗ്രഹം ആമേൻ തടസ്സമായി മാറി. ആമേൻ അനുഗ്രഹം പ്രയാസമായി മാറി. ആമേൻ വേദനയും അതുപോലെ ആമേൻ പ്രയാസവും ജീവിതത്തിന്റെ ഭാരം. ഹല്ലേലൂയ. പാപത്തിന് മുമ്പ് ജീവിതം ആമേൻ കഷ്ടതയില്ലാത്തതായിരുന്നു. പാപം ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ്, അനുസരണക്കേട് ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് ജീവിതം ആമേൻ സന്തോഷകരമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അതായിരുന്നു ആമേൻ അതേ പാപത്തിന് മുമ്പുള്ള ജീവിതം. ആമേൻ. എന്നാൽ ജീവിതം
പാപത്തിന് ശേഷം, അനുസരണക്കേടിന് ശേഷം ആമേൻ വേദനയുള്ള ആമേൻ അത് അധ്വാനിക്കുന്ന ആമേൻ വിയർപ്പ് ഒഴുക്കി ആമേൻ ജീവിക്കേണ്ട ഒരു നിലവാരത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടു. ആമേൻ അവിടെയാണ് പോരാട്ടം ആമേൻ നേരിടുവാനിടയായത്. അവിടെ മുതലാണ് മനുഷ്യൻ നിരാശയുള്ളവനായി മാറിയത്. ഹല്ലേലൂയ. ആമേൻ ഇതൊക്കെ മനുഷ്യന്റെ അനുഭവമായി മാറിയത് അവിടെ മുതലല്ല. ആമേൻ ഹല്ലേലൂയ. ഇത് ഒരു ദൈവത്തിന്റെ കോപ പ്രകടനം മാത്രമല്ല, ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധിക്കെതിരെ നടന്ന അനുസരണക്കേടിന്റെ ആമേൻ അത് സ്വാഭാവിക ഫലമാണ്. പ്രൈസ് ദി ലോർഡ്. പാപം അനുഗ്രഹത്തിന്റെ ഒഴുക്ക് തടയുവാൻ തക്കവണ്ണം ഇടയായി. ആമേൻ. അതിനാൽ ജീവിതം ഭാരമായി. ഇന്ന് അനേകർ ജീവിത ഭാരവുമായി കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ ആഹ്വാനം ചെയ്തത്, അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മീയ മരണം സംഭവിച്ചു. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു. ആമേൻ. ഉടൻ സംഭവിച്ചത് ശാപമാണ്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ ആമേൻ ഇങ്ങനെ വായിക്കുന്നത്, ഒരു മനുഷ്യനാൽ, ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നു വന്നു. അതല്ലേ നമ്മൾ അപ്പോഴേ വായിച്ചത്, റോമാലേഖനം 5:12. ആമേൻ. ഏക മനുഷ്യനാൽ പാപം ലോകത്തിലേക്ക് കടന്നു. ആമേൻ. പാപം മൂലം ആമേൻ പാപത്തിന്റെ ശമ്പളം എന്താ? ആമേൻ മരണമാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ആദാമിനോട് പറഞ്ഞിരുന്നു, നീ ആമേൻ തിന്നുന്ന ദിവസം ആമേൻ തന്നെ മരിക്കും. ആമേൻ. അത് ശാരീരിക മരണത്തെ കുറിച്ചായിരുന്നില്ല, ആമേൻ ആത്മീയ മരണത്തെ കുറിച്ചായിരുന്നു. അതുകൊണ്ടാണ് ശാരീരിക മരണം ഉടനെ സംഭവിക്കാതിരുന്നത്, പക്ഷേ ആത്മീയ മരണം ഉടനെ സംഭവിച്ചു. ആമേൻ. എന്താണ് പ്രിയമുള്ളവരെ ആത്മീയ മരണം? Praise the Lord. ആമേൻ. ദൈവ സാന്നിധ്യത്തിൽ നിന്നുള്ള വേർപാടാണ് ആമേൻ ആത്മീയ മരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. ആമേൻ. ദൈവവുമായി ഉണ്ടായിരുന്ന അടുപ്പത്തിന്റെ നഷ്ടം. ആമേൻ. ലജ്ജയും ഭയവും മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചത്, അതാണ് പാപത്തിന്റെ യഥാർത്ഥ ശാപം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. മരണത്തിന്റെ ആമേൻ ആ സർവ്വസാധാരണത്വം. ആമേൻ. ഹല്ലേലൂയ. റോമാലേഖനം 5:12 പറയുന്നത്, ആമേൻ ആദാമിന്റെ പാപം വ്യക്തിപരമായതല്ല. ഹല്ലേലൂയ. അത് മനുഷ്യരാശിയെ മുഴുവൻ ബാധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, മരണം അത് ആമേൻ മനുഷ്യരാശിയെ ബാധിച്ചു. ഹല്ലേലൂയ. മരണം ഒരു സർവ്വസാധാരണ സത്യമായി മാറി. ഹല്ലേലൂയ. ആമേൻ. ആദാമിലൂടെ പാപം ആമേൻ മനുഷ്യരിലേക്ക് പ്രവേശിച്ചു. ആമേൻ. ഇതുവഴി പാപം വഴി മരണം പ്രവേശിച്ചു. അതുകൊണ്ട് പാപത്തിന്റെ ശാപം, ആമേൻ ദൈവത്തിൽ നിന്നുള്ള വേർപാട്, ആമേൻ മരണത്തിന്റെ അധികാരം. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി ആമേൻ ഒരു മനുഷ്യൻ ആമേൻ ദൈവം പറഞ്ഞിരുന്ന കാര്യങ്ങളെ ആമേൻ അതെ ചെയ്യാതെ, ആമേൻ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യുവാൻ തയ്യാറായത് മുഖാന്തരം ആമേൻ ഭൂമി ശപിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്നാണ് വിശുദ്ധ ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അതാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്? ഭൂമി ശപിക്കപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. ആ ശാപം ദൈവത്തിന്റെ സൃഷ്ടിയെ ബാധിക്കപ്പെട്ടു. ആമേൻ. അത് മുഖാന്തരം ജീവിതം പ്രയാസമായി. ആമേൻ. അതുകൊണ്ട് അനുഗ്രഹം തടഞ്ഞു. ആമേൻ. ആത്മീയ മരണം ആമേൻ സംഭവിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശാരീരിക മരണം മനുഷ്യരിലേക്ക് പകരപ്പെട്ടു. ആമേൻ. ഇതാണ് പാപത്തിന്റെ ശാപം. ആമേൻ. അതുകൊണ്ടാണ് നമുക്കൊരു വീണ്ടെടുപ്പുകാരൻ ആവശ്യമായി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആദാമിൽ പാപം വന്നതുപോലെ ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിൽ ജീവൻ വരുന്നു എന്നാണ് വിശുദ്ധ വചനം, ആമേൻ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 53-ാം അധ്യായം 4-5 വാക്യം വേഗത്തിൽ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53
അധ്യായം 4-5 വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചു, അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്ന, ഹല്ലേലൂയ. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നിരിക്കുന്നു. ആമേൻ. അവൻ നമ്മുടെ വ്യാധികളെ വഹിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുവെന്ന തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അവന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം ആമേൻ വന്നു എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ 3 മേഖലകൾ ആമേൻ അതെ കർത്താവായ യേശു ക്രിസ്തു ആമേൻ അതെ ക്രൂശിൽ ആമേൻ അതെ യാഗമാകുവാൻ ഇടയായി തീർന്നത് കൊണ്ട് ലഭ്യമായതായിട്ടാണ് ആമേൻ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. 1 പാപം, ആമേൻ. 2 രോഗം, 3 ശിക്ഷ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം ആമേൻ അതെ പരിശുദ്ധാത്മാവിൽ ദൈവസഭയ്ക്ക് നൽകപ്പെട്ടപ്പോൾ അതിന്റെ 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ ആമേൻ വീണ്ടും ആമേൻ ദൈവജനത്തെ ആമേൻ ഉറപ്പിക്കുവാനായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ അതെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ട ആ കാര്യം ആമേൻ അവനെ അനുഗമിക്കുന്ന ആമേൻ അതെ തന്നെ ആമേൻ അതെ വിശ്വസിക്കുന്ന ജനത്തെ ഒന്നും കൂടി ആ കാര്യത്തെ കുറിച്ച് ഉറപ്പിക്കുവാനായി ആമേൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് അത് വീണ്ടും ആമേൻ എഴുതുവാൻ ഇടയായി തീർന്നു. വായിച്ചാട്ടെ ഗലാത്യ ലേഖനം 3:13. ഹല്ലേലൂയ. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ, ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും നമ്മെ വിലയ്ക്ക് വാങ്ങി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവൻ ശാപമായി തീർന്നു. ആമേൻ. ക്രൂശിൽ യേശു ആമേൻ ആത്മീയ ശാപം വഹിച്ചു. ആമേൻ. ആമേൻ. ദൈഹിക ശാപം വഹിച്ചു. ആമേൻ. ന്യായപ്രമാണത്തിന്റെ വിധി വഹിച്ചു. ആമേൻ. ഈ 3 മേഖലകളെ ആ ക്രൂശിൽ യേശു മാനവകുലത്തിനു വേണ്ടി വഹിപ്പാനിടയായി തീർന്നുവെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. ജീവിത ശാപം ആമേൻ ന്യായപ്രമാണത്തിന്റെ ശാപത്തെ ആമേൻ ക്രൂശിൽ യേശു വഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ആമേൻ നമ്മോടുള്ള ബന്ധത്തിൽ, ലോകത്തിലെ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ജീവിത ശാപം എന്ന വാക്ക് ആമേൻ വിശുദ്ധ ബൈബിളിലുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ജീവിത ശാപം ആമേൻ അതെ ജീവിത ശാപം എന്ന വാക്ക് നേരിട്ടില്ലെങ്കിലും ജീവിതത്തെ ബാധിക്കുന്ന ശാപങ്ങളുടെ ഒരു നീണ്ട പട്ടിക ആമേൻ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം ആമേൻ നാം വായിച്ചപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചത്. ഹല്ലേലൂയ. 28-ാം അധ്യായം മുഴുവൻ ആമേൻ ജീവിത മേഖലകളെ സംബന്ധിച്ച ശാപങ്ങളെ കുറിച്ച് ആമേൻ അതെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ആമേൻ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ ദൈവസഭയോട് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായും ആധികാരികമായും പറയുന്നത് ഇങ്ങനെയാണ്. വായിച്ചാൽ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി ഇതാ പുതിയതായി തീർന്നിരിക്കുന്നു.
ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ആമേൻ. ക്രിസ്തുവിൽ ആകുന്നവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഹല്ലേലൂയ. ആമേൻ. പുതിയ സൃഷ്ടി എന്നത് പഴയ ശാപത്തിന്റെ നിയമത്തിൽ നിന്ന് പുറത്ത് കടക്കലാണ്. ഹല്ലേലൂയ. ആമേൻ. അതാണ് ആമേൻ കാൽവറിയിൽ ആമേൻ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി. ആമേൻ. ആ ക്രിസ്തു ആമേൻ തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ആമേൻ. ആ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ആമേൻ പുതിയ സൃഷ്ടിയായി മാറുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കാൽവറിയിൽ എന്താണ് സംഭവിച്ചത്? ആമേൻ. അതേ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ കണ്ടല്ലോ, ക്രിസ്തു നമുക്ക് ആമേൻ പകരമായി നമ്മുടെ നിമിത്തം ശാപമായി തീർന്നു വന്നു. അല്ലേ? ഹല്ലേലൂയ. ആമേൻ. അതേ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ആമേൻ 5-ാം അധ്യായം 21-ാം വാക്യം വായിക്കുന്നത് ആമേൻ ഇപ്രകാരമാണ്: പാപമറിയാത്തവനെ ആമേൻ നമ്മുടെ നിമിത്തം പാപമായി ആമേൻ ആക്കിയെന്നാണ്. വായിച്ചാട്ടെ. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ഹല്ലേലൂയ. ആമേൻ. അതെ, അവൻ നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മരത്തിൽ കയറി എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ആമേൻ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പരിശുദ്ധാത്മാവ് അതെ നൽകി കൊടുത്തത്. ആമേൻ. പത്രോസിന്റെ 1-ാം ലേഖനം ആമേൻ 2-ാം അധ്യായം 24-ാം വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. കൊരിന്ത്യ സഭയിലായിരിക്കുന്ന ജനത്തോട് മാത്രമല്ല, ഇന്നും അവനിൽ വിശ്വസിക്കൂ ആമേൻ തയ്യാറായിരിക്കുന്നവരോട് പറയുകയാണ്, പാപം അറിയാത്തവനെ നാം നിമിത്തം പാപം ആക്കി. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ആമേൻ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. ഹല്ലേലൂയ. നാം പാപം സംബന്ധിച്ചു മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് ആമേൻ ശാപമുക്തിയുടെ അടിസ്ഥാനം. ഹല്ലേലൂയ. അതേ പാപശിക്ഷയുടെ ശാപത്തിൽ നിന്നുള്ള മോചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ ജീവിത ശാപം എന്ന ആശയം ആമേൻ നാം അതാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേൻ. ബൈബിൾ എന്ത് പറയുന്നു? ഹല്ലേലൂയ. ആമേൻ. അതേ കുടുംബ ശാപം. ചിലർ പറയുന്നു ആമേൻ എന്റെ കുടുംബത്തിൽ ശാപം നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. ചിലർ പറയുന്നു സാമ്പത്തിക ശാപം. ആമേൻ. ഹല്ലേലൂയ. എത്ര സമ്പാദിച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും ആമേൻ ഒന്നും മിച്ചം ആമേൻ വരുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, ലഭിക്കുന്നതെല്ലാം ഏതുവഴി പോകുന്നു എന്നറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പോ ചിലര് പറയുന്നു സാമ്പത്തിക ശാപം എന്നെ പിന്തുടരുകയാണ്. ആമേൻ. അകാലത്തിലുള്ള മരണം. ആമേൻ. അതെ, ഒന്നിനു പുറകെ അപ്പൻ മരിച്ചു, അമ്മ മരിച്ചു, മക്കൾ മരിച്ചു. അങ്ങനെ ആമേൻ സമയത്തിന് മുമ്പ് ആമേൻ മരണങ്ങൾ വിടാതെ കണ്ട് ചില കുടുംബങ്ങളെ എന്ത് പിന്തുടരുന്നു. അവർ പറയുന്നു കുടുംബ ശാപം. ആമേൻ. ചിലർ പറയുന്നു സാമ്പത്തിക ശാപം. ആമേൻ. ചില തലമുറകൾ ആമേൻ മദ്യപിക്കുന്നു, അടുത്ത തലമുറയും മദ്യപിക്കുന്നു. നാടിനും നാട്ടാർക്കും വീട്ടാർക്കും തലവേദനയായി മാറുന്നു. അതുകൊണ്ട് തലമുറയുടെ ശാപം. ഹല്ലേലൂയ. ചിലര് ആമേൻ രോഗികളാണ്, നിത്യ രോഗികൾ. ആമേൻ. അവര് പറയുന്നു ആരോഗ്യ ശാപം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ഇവയെല്ലാം ക്രിസ്തുവിൽ അവസാനിച്ചോ എന്നൊരു ചോദ്യം ആമേൻ എന്നോട് ചോദിച്ചവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഈ ആമേൻ ചിന്ത ആമേൻ പരിശുദ്ധാത്മാവ് പങ്കുവെക്കുവാൻ എനിക്ക് നൽകിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ ദിവസങ്ങളിൽ ആമേൻ പലരും ആമേൻ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യം ആമേൻ പാസ്റ്ററെ ആമേൻ അതെ പല ആമേൻ രീതിയിലുള്ള ആമേൻ പോസ്റ്റുകളും ആമേൻ അതെ മെസ്സേജിന്റെ ആമേൻ ക്ലിപ്പുകളും ഒക്കെ ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ കേൾക്കുന്നു. ആമേൻ. ഇതിനോടുള്ള ബന്ധത്തിൽ ആമേൻ ഒരു മറുപടി നൽകാമോ? ആമേൻ. ഇന്ന് രാത്രി മറുപടിയല്ല, പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ആമേൻ നൽകിയിരിക്കുന്ന ആമേൻ അതെ വെളിപ്പാടുകൾ ആമേൻ നാം ഒരുമിച്ച് തിരുവഴുത്തിലൂടെ ആമേൻ ശോധന ചെയ്യുകയാണ്. ഹല്ലേലൂയ.
ആമേൻ. ഇവയെല്ലാം ക്രിസ്തുവിൽ അവസാനിച്ചോ? ഏതാ? കുടുംബശാപം, സാമ്പത്തിക ശാപം, തലമുറ ശാപം, ആരോഗ്യ ശാപം. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ആമേൻ 2-ാം അധ്യായം 14-15 വാക്യം ഒന്ന് വായിക്കാം. ആമേൻ. അതെ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആമേൻ. തീർന്നില്ല. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഹല്ലേലൂയ. അവിശ്വസിക്കുന്നവർ, ഈ വചനം അംഗീകരിക്കുന്നവർ, ഈ വചനം വിശ്വസിക്കുന്നവർ ഇരു കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്തായിരിക്കുന്ന ആമേൻ ദൈവജനത്തെ ആമേൻ തെറ്റിദ്ധരിപ്പിക്കത്തക്ക വിധത്തിൽ, അവരെ അങ്കലാപ്പിലാക്കുന്ന വിധത്തിൽ, അവരെ ആമേൻ സംശയത്തിന്റെ മുൾമുനയിൽ ആമേൻ നയിക്കുന്ന വിധത്തിൽ ആമേൻ പല ആമേൻ ഇടപെടലുകളും ആമേൻ ഉണ്ടായപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി വ്യക്തമായി ആമേൻ ദൈവസഭയ്ക്ക് ആമേൻ പരിശുദ്ധാത്മാവിനാൽ ലേഖനം എഴുതി ആമേൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. അതിക്രമങ്ങളൊക്കെയും ആമേൻ നമ്മോട് ക്ഷമിച്ചു. ആമേൻ. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു. ആമേൻ. ഇവിടെ ആദ്യം പറയുന്നത് ആമേൻ ക്ഷമയാണ്. ഹല്ലേലൂയ. ഇന്ന് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമാണെന്ത്? ക്ഷമ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ആമേൻ ക്ഷമിക്കാനുള്ള ആമേൻ അതെ മനസ്സില്ല. ആമേൻ. ക്ഷമിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് അനേകര് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ കൃപയാൽ ആ വിഷയത്തെ തൊട്ട് സംസാരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ഇന്ന് രാത്രി ആമേൻ അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു. ആര് ക്ഷമിച്ചു? ആമേൻ. പിതാവായ ദൈവം. എങ്ങനെ? തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ആ പുത്രനിൽ വിശ്വസിക്കുന്നവരോട് ഹല്ലേലൂയ അവൻ ക്ഷമിക്കുകയാണ്. തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോട് കരുണ കാണിക്കുന്ന കരുണാമയനായ ദൈവം. ഹല്ലേലൂയ. ആമേൻ. വചനം അതെ വായിക്കുന്നത് അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു. ആമേൻ. ഇവിടെ ആദ്യം പറയുന്നത് എന്താ? ക്ഷമ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശാപമോ ജയമോ? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്താണ് ഹല്ലേലൂയ ക്രൂശിൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്? ഹല്ലേലൂയ. ശാപമോ ജയമോ? ആമേൻ. മുൻപേതാ? ഹല്ലേലൂയ പാപമോചനം അല്ലേ? ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനം 103:12 വായിച്ചേ. സങ്കീർത്തനം 103:12. ഹല്ലേലൂയ. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താ ഉദയം അസ്തമനത്തോട്? ആമേൻ. കിഴക്കും പടിഞ്ഞാറും അല്ലെ? കിഴക്കാണ് ആമേൻ ഉദയം, അസ്തമനം എവിടെയാ? പടിഞ്ഞാറാ. അപ്പോ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ എത്ര ദൂരമോ അത്ര ദൂരത്ത് നമ്മൾ അതിക്രമങ്ങളെ നീക്കുന്നു എന്നല്ലേ വചനം ആമേൻ തെളിവായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോ ക്രൂശിലെ ജയത്തിന്റെ അടിസ്ഥാനം പാപക്ഷമയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, നാം വായിച്ചത് ആമേൻ കൈയെഴുത്തു മായിച്ചു എന്ന്, അല്ലേ? സ്തോത്രം. അതല്ലേ നാം മുകളിൽ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ചു, ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. അതേ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. ഹല്ലേലൂയ. അപ്പോ ക്രൂശിലെ ജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? പാപക്ഷമയാണ്. ഹല്ലേലൂയ. രണ്ടാമതായി ആമേൻ നാം ചിന്തിക്കുവാനായി പോകുന്നത് ആമേൻ കൈയെഴുത്തു മായിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതെന്താണ്? കൈയെഴുത്തു മായിച്ചു. ആമേൻ. എന്താണ് കൈയെഴുത്ത്? ആമേൻ. അതെ, കടപ്പത്രമെന്നോ കുറ്റപത്രമെന്നോ ഒക്കെ നമുക്കതിനെ എന്ത് ചെയ്യാം? ആമേൻ. ന്യായപ്രമാണം ലംഘിച്ചതിന്റെ ആ രേഖ. ആമേൻ. ഇത് ആമേൻ നമുക്കെതിരായ നിയമപരമായ തെളിവായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തില് ആമേൻ ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ വചനം നിങ്ങൾ കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹമൊക്കെയും നിങ്ങൾക്ക് വന്ന് സിദ്ധിക്കും. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ വചനങ്ങൾ കേട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞ് ഇത് ആമേൻ അനുസരിക്കാതെ പോയാൽ ഇതിൽ പറയുന്ന ശാപമൊക്കെയും അതേ വന്നു ഭവിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇത് എഴുതപ്പെട്ട ഒരു രേഖയായിരുന്നു, അല്ലേ? ദാനിയേലിനെതിരെ ആമേൻ ഒരു രേഖ ആമേൻ രാജാവ് എഴുതിയതുപോലെ, എഴുതിപ്പിച്ചതുപോലെ ആമേൻ ഈ ഭൂമിയിൽ അക്കാലത്തായിരുന്ന ജനത്തിന് മുമ്പിൽ ദൈവം എഴുതിപ്പിച്ച ഒരു നിയമമായിരുന്നു. ആമേൻ ഒരു രേഖയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം ആമേൻ 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ ആമേൻ അതെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നിത്യജീവൻ തന്നെ. ഹല്ലേലൂയ. അപ്പോ ദൈവസഭയിലായിരിക്കുന്ന ദൈവജനം വളരെ വ്യക്തമായി ശക്തമായി അവൻ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഈ ശാപം എന്നുള്ളത്. ഹല്ലേലൂയ. ആമേൻ. ജീവിത ശാപം എന്ന് ഒന്ന് പറയുന്ന ഒന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിലൂടെ ഏത് ശാപമാണ് നമ്മളിൽ നിന്നും നീക്കപ്പെട്ടത്? ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ വളരെ ചർച്ച വിഷയമായ, വളരെ തർക്ക വിഷയമായ ഒരു ഗൗരവമേറിയ ഒരു വിഷയമാണ് ശാപം എന്നുള്ളത്. ഹല്ലേലൂയ. കൃപയാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ തിരുവഴുത്തിലൂടെ ആ വിഷയത്തിനകത്ത് നമുക്ക് തരുന്ന വെളിപ്പാട് ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തോട് അടുക്കുവാനും ആമേൻ ക്രിസ്തുവിൽ ജയോത്സവമായി ജീവിക്കുവാനും ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന, വരും ദിവസങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളെയും ആമേൻ ആ നിലകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉയർത്തുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ പാപത്തിന്റെ കൂലി, അല്ലെ, പാപത്തിന്റെ ശമ്പളം എന്താ? മരണമാണ്. ഹല്ലേലൂയ. അപ്പോ ക്രൂശിൽ യേശു ചെയ്തത് എന്താണ്? ഹല്ലേലൂയ. ആമേൻ. കുറ്റപത്രം കീറി കളഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിനെ തറച്ചു. ആമേൻ. നിയമപരമായി അടച്ചു തീർത്തു എന്ന്. ഹല്ലേലൂയ. അതായത് ശിക്ഷാവിധി റദ്ദാക്കിയെന്ന്. ഹല്ലേലൂയ. ആമേൻ. അത് ക്രൂശിൽ തറച്ചു നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇത് പൂർണ്ണമായ നീക്കം. ഹല്ലേലൂയ. ഇനി കുറ്റപത്രം വീണ്ടും എന്ത് ചെയ്യുന്നില്ല? ഉയരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിലൂടെ ആമേൻ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന ശുശ്രൂഷകന്മാരായിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് അപ്പോസ്തലൻ ലേഖനം എഴുതി ആമേൻ അതെ അവരെ പ്രബോധിപ്പിച്ചത്. വായിച്ചാട്ട് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം.
അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ഒരു ശിക്ഷാവധിയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എന്താ അതിന്റെ ശരിയായ മീനിങ്? ഹല്ലേലൂയ. പഴയ നിയമ ന്യായപ്രമാണം, ഹല്ലേലൂയ, അതിന്റെ കീഴിൽ ആയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആമേൻ നിയമം എഴുതി കൊടുത്തിരിക്കുകയാണ്. ആമേൻ. അവർക്ക് ആമേൻ രേഖ കൊടുത്തിരിക്കുകയാണ്. ആമേൻ. ഇത് അനുസരിച്ചാൽ അനുഗ്രഹം വന്ന് സിദ്ധിക്കും. ഹല്ലേലൂയ. അനുസരണക്കേട് കാണിച്ചാൽ ഇതിൽ പറയുന്ന ശാപമൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. ഹല്ലേലൂയ. അപ്പോ ആമേൻ പുതിയ നിയമ ആമേൻ വിശ്വാസികളായിരിക്കുന്ന ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ആമേൻ ആ കാലഘട്ടങ്ങളിൽ സഭയുടെ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ എഴുതി കൊടുത്ത വചനം ഇന്നും ആ സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ബാധകമാണ്. ഹല്ലേലൂയ. അപ്പോ കുറ്റാരോപണമില്ല, പ്രൈസ് ദി ലോർഡ്, ശാപവിധിയില്ല. ആമേൻ. അതെ, നിയമപരമായ ബന്ധനം ഇല്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് പറയാൻ കാരണം ആമേൻ എഴുതി കൊടുക്കപ്പെട്ട ന്യായപ്രമാണ പുസ്തകത്തിന്റെ കീഴിൽ ആയിരുന്ന ആമേൻ ജനത്തോടുള്ള ബന്ധത്തിൽ ആമേൻ അവർ ശാപത്തിൻ കീഴിലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ശാപത്തിൻ കീഴിലായിരുന്നവരെ ഹല്ലേലൂയ ക്രിസ്തുവിലൂടെ ആമേൻ സ്വതന്ത്രരാക്കി കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ആമേൻ ഇവിടെ ആമേൻ സൂചിപ്പിക്കുന്നത് ആത്മീയ ശക്തികളെ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. ആമേൻ. അവിടെ വായിക്കുന്നത് വാഴ്ചകളോടും അധികാരങ്ങളോടും. ആമേൻ. ഹല്ലേലൂയ. വായിച്ചു. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. അല്ലെ, വാഴ്ചകളോടും അധികാരങ്ങളോടും. ആമേൻ. ക്രൂശിൽ സാത്താന്റെ നിയമാവകാശം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ആമേൻ. കുറ്റപത്രമില്ലാത്തതിനാൽ ആരോപണമില്ല. ആമേൻ. ശിക്ഷാവിധി ഇല്ലാത്തതിനാൽ ഭീഷണിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോ ആ ശത്രുവിന്റെ ഭീഷണി, അല്ലെ, ആയുധം കയ്യിലുണ്ടെങ്കിലല്ല പേടിക്കേണ്ടത്, ആയുധം എടുത്തു കളഞ്ഞു. ഹല്ലേലൂയ. അധികാരത്തെ കെടുത്തി. ആമേൻ. അഞ്ചാമതായി വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജയോത്സവം കൊണ്ടാടിയെന്ന. ഹല്ലേലൂയ. ആമേൻ. പരസ്യമായി കാഴ്ചയാക്കി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, ഹല്ലേലൂയ, റോമക്കാരുടെ ഇടയിൽ ആമേൻ ഒരാള് വിജയം നേടിയാൽ ഒരു പരേഡ് നടത്തും. ഹല്ലേലൂയ. അതുപോലെ ആമേൻ വിജയിച്ച രാജാവ് ശത്രുക്കളെ പരസ്യമായി കൊണ്ടുപോകും. അതിലെ ആമേൻ അതുപോലെ ക്രൂശ് ആമേൻ തോൽവി പോലെ തോന്നിയെങ്കിലും അതായിരുന്നു വിജയഘോഷയാത്ര. ഹല്ലേലൂയ. ആമേൻ. അതേ എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വായിക്കുന്നത് മരണത്തിന്റെ അധികാരം ഉള്ളവനെ നശിപ്പിച്ചു എന്നാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. നോക്കിക്കേ, മരണത്തിന്റെ അധികാരമുള്ളവനെ ആമേൻ ക്രൂശിൽ ആമേൻ പരാജയപ്പെടുത്തി അവനെ നശിപ്പിച്ചു എന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ആമേൻ. എന്താണ് നാം ഈ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ആത്മീയ സാരാംശം? ഹല്ലേലൂയ. ആമേൻ. അതേ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് പാപക്ഷമ ലഭിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ, ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്ന ഒരു ജനറേഷൻ, ഹല്ലേലൂയ,
ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നവർക്ക് കുറ്റപത്രമുണ്ടായിരുന്നു, അല്ലെ? ആ കുറ്റപത്രം റദ്ദാക്കി. ആമേൻ. നിയമപരമായ ശാപം എന്ത് ചെയ്തു? നീക്കി. ഹല്ലേലൂയ. സാത്താന്റെ ആയുധം എടുത്തു. ഹല്ലേലൂയ. ക്രൂശിൽ ജയപ്രഖ്യാപനം നടത്തുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്രൂശ് ഒരു തോൽവിയല്ല. ആമേൻ. ക്രൂശ് ഒരു കോടതി വിധിയാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രൂശ് ആമേൻ ഒരു വിജയം ആമേൻ അതേ കൈവരിച്ച ഇടമാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രൂശ് ഒരു ജയോത്സവം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും ഓർക്കേണ്ടത്, ഹല്ലേലൂയ, ആമേൻ, നിന്റെ പേരിൽ എന്റെ പേരിൽ എഴുതിയിരുന്ന കുറ്റപത്രം ക്രൂശിൽ തറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന് തിരുവെഴുത്ത് വളരെ ശക്തമായും വ്യക്തമായും പറയുന്നത്. ഹല്ലേലൂയ. യേശുവിൽ ലഭിക്കുന്ന ശാപമുക്തിയുടെ ആമേൻ ഹല്ലേലൂയ മേഖലകളെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ നാം ചിന്തിക്കുകയുണ്ടായി. ആമേൻ. പ്രിയരെ, ശാപമുക്തി എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഭൗതിക സാഹചര്യങ്ങൾ ആമേൻ മാത്രം എന്ത് ചെയ്യരുത്? ചിന്തിക്കരുത്. ഹല്ലേലൂയ. ആമേൻ. അതേ ബൈബിൾ പഠിപ്പിക്കുന്ന ശാപമുക്തി ആത്മീയവും നിത്യവുമായ മോചനമാണ്. ഹല്ലേലൂയ. ആമേൻ. അതേ നാം ചിന്തിച്ച മേഖലകളെ ഒന്നും കൂടെ ആമേൻ അതേ റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പാപശിക്ഷയുടെ ശാപത്തിൽ നിന്ന് ആമേൻ ക്രൂശിൽ യേശു യാഗമായി തീർന്നത് മൂലം ആമേൻ നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ പാപശിക്ഷയുടെ ശാപത്തിൽ നിന്നാണ് ഒന്നാമതായി ആമേൻ ക്രൂശിൽ യേശു യാഗമായി തീർന്നപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭ്യമായത്. അതിനാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ആമേൻ ശിക്ഷാവിധി ഇല്ല. അതാണ് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. ആമേൻ. പാപത്തിന്റെ ശിക്ഷ ആമേൻ ദൈവ ന്യായവിധി. ഹല്ലേലൂയ. ന്യായപ്രമാണം ലംഘിച്ചാൽ വിധി ഉറപ്പ്. എന്നാൽ ക്രിസ്തുവിൽ ശിക്ഷ ആമേൻ ആയിരിക്കുന്നവർക്ക് എന്തില്ല? ശിക്ഷാവിധി ഇല്ല. ഹല്ലേലൂയ. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം ആമേൻ പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്ന് നമ്മൾ വായിച്ചല്ലോ. ഹല്ലേലൂയ. ക്രൂശിൽ യേശു ശിക്ഷ ഏറ്റെടുത്തു. അതുകൊണ്ട് വിശ്വാസിക്ക് ഇനി നിയമപരമായി ശാപവിധി ഇല്ല എന്നാണ് വിശുദ്ധ ബൈബിൾ ആമേൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതാണ് ആദ്യ ശാപമുക്തി. ആമേൻ. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് മോചനം. ഇന്ന് രാത്രി ആ മുക്തി പ്രാപിച്ചവർ, ആ മോചനം പ്രാപിച്ചവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. രണ്ടാമതായി മരണഭീതിയിൽ നിന്ന് എബ്രായലേഖനം 2-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ നാം വായിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ. മരണത്തിന്റെ അധികാരം ഉള്ളവനെ നശിപ്പിച്ച് ആമേൻ മരണഭീതിയിൽ അടിമപ്പെട്ടവരെ വിടുവിച്ചു എന്നാണ് തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിച്ചത്. ആമേൻ. മനുഷ്യന്റെ വലിയ ഭയം എന്താ? മരണമാണ്. മരണഭയം മനുഷ്യനെ അടിമയാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പാപത്തിലേക്ക് എന്ത് ചെയ്യുന്നു? തള്ളുന്നു. ഹല്ലേലൂയ. ആത്മശാന്തിയെ എന്ത് ചെയ്യുന്നു? കവർന്നു കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു മരണത്തെ എന്ത് ചെയ്തു? ജയിച്ചു. ഹല്ലേലൂയ. ആമേൻ. കല്ലറ എന്ത് ചെയ്തു? ശൂന്യമാക്കി. ആമേൻ. ഭയം തകർത്തു. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ആമേൻ കൊരിന്ത്യയിലായിരിക്കുന്ന ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 55-ാം വാക്യം ആമേൻ ഇങ്ങനെ എഴുതുവാനിടയായത്, മരണമേ നിന്റെ ജയം എവിടെ? ഹല്ലേലൂയ. വായിച്ചാട്ട്. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 55-ാം വാക്യം. ഹല്ലേലൂയ. Glory to God, Jesus. Hallelujah. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 55-ാം വാക്യം. ഹേ മരണമേ, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? നിന്റെ ജയം എവിടെ? ഹേ മരണമേ, ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നിന്റെ വിഷമുള്ളവിടെ? ഹല്ലേലൂയ. വിശ്വാസിക്ക് മരണം ശാപമല്ല, അത് നിത്യ ജീവിതത്തിലേക്കുള്ള കവാടമാണ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. സാത്താന്റെ അധികാരത്തിൽ നിന്ന്, അല്ലേ, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തന്റെ പ്രിയ പുത്രന്റെ രാജ്യത്തിലേക്ക് മാറ്റി എന്ന വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്താ അതിന്റെ അർത്ഥം? മോചനത്തിന് മുമ്പ്, ഹല്ലേലൂയ, ഇരുട്ടിന്റെ അധികാരം, ആമേൻ, ആത്മീയ അടിമത്വം, ആമേൻ, ആരോപണവും കുറ്റബോധവും ക്രിസ്തുവിൽ, ഹല്ലേലൂയ, എന്ത് ചെയ്തു? എല്ലാം, ആമേൻ, അതെ, ആമേൻ, അവസാനിപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക്, പുതിയ രാജ്യത്തിലേക്ക്, ആമേൻ, പ്രവേശിക്കുവാനുള്ള, ആമേൻ, ഒരു നിലവാരത്തിലേക്ക്, ആമേൻ, ഒരു വിശ്വാസിയെ, ആമേൻ, ഉയർത്തുന്നതാണ് ക്രൂശിൽ, ആമേൻ, അതെ, സംഭവിപ്പാനിടയായി തീർന്നത്. ഹല്ലേലൂയ. ആമേൻ. ഉടമസ്ഥത മാറ്റം, ഹല്ലേലൂയ, ആത്മീയ പൗരത്വ മാറ്റം, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് ഒരു വികാരമല്ല, ഒരു രാജ്യ പരിവർത്തനമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇനി സാത്താൻ നിയമപരമായി അവകാശവാദം ഉന്നയിക്കാൻ കഴിയുകയില്ല. ആമേൻ. അതുകൊണ്ട്, ആമേൻ, അത് ജീവിത ശാപം എന്ന ഒന്ന്, അല്ലെങ്കിൽ, ഹല്ലേലൂയ, ആ ന്യായപ്രമാണത്തിന്റെ ശാപം എന്ന ഒന്ന്, ഹല്ലേലൂയ, വിശ്വാസികളെ, ആമേൻ, ആമേൻ, ഇനിയും ഞെരുക്കുവാൻ എന്ത് ചെയ്യരുത്? ഇടയാകരുത്. ഹല്ലേലൂയ. ആത്മീയ അന്ധതയിൽ നിന്ന്, ആമേൻ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ആമേൻ, ഇരുളിൽ നിന്ന്, ആമേൻ, വെളിച്ചം തെളിയട്ടെ എന്ന് കൽപ്പിച്ച ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിന്റെ, ഹല്ലേലൂയ, വായിച്ചാട്ടെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ഇരുട്ടിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവ മഹത്വത്തിന്റെ അറിവിന്റെ വെളിച്ചം ആമേൻ നൽകുന്നുവെന്ന്. ഹല്ലേലൂയ. പാപം മനുഷ്യനെ ആത്മീയമായി എന്ത് ചെയ്യുന്നു? അന്ധനാക്കുന്നു. ഹല്ലേലൂയ. സത്യത്തെ തിരിച്ചറിയാൻ കഴിയാത്തവനാക്കുന്നു. എന്നാൽ ക്രിസ്തു ഹൃദയത്തിൽ വെളിച്ചം തെളിയിക്കുന്നു, ആത്മീയ തിരിച്ചറിവ് നൽകുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ, ദൈവത്തെ അറിയുവാനുള്ള കൃപ എന്ത് ചെയ്യുന്നു? നൽകുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ, ആമേൻ, അതേ, രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ, ആമേൻ, യേശു കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ 8:12. ഹല്ലേലൂയ. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ഹല്ലേലൂയ. അപ്പോ, ആമേൻ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നത് കൊണ്ട്, ആമേൻ, അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള മാറ്റം. പ്രൈസ് ദി ലോർഡ്. ആരിലൂടെ? യേശു ക്രിസ്തുവിലൂടെ. ഇത് ശാപമുക്തി തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ നിന്ന്, ആമേൻ, വേർപാട് എന്ന ശാപത്തിൽ നിന്ന്, അല്ലേ, ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയ, ആമേൻ, അത് മുഖാന്തരം എന്ന് വെച്ചാൽ വചനത്തെ അനുസരിക്കാതെ പോയത് വഴി വന്ന ശാപത്തിൽ നിന്ന്, ഹല്ലേലൂയ, ആമേൻ, എന്തായി? ആമേൻ, മുക്തി. ആമേൻ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ, ആമേൻ, മുമ്പ് ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി എന്ന ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നത്. വായിച്ചാട്ടെ. മുമ്പേ ദൂരസ്ഥന്മാരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. എന്താ അതിന്റെ അർത്ഥം? ഹല്ലേലൂയ. മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയി എന്നുള്ളതാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി, ആമേൻ, ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന
ദൈവത്തിന്റെ ജനമേ, എന്താണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപം? ദൈവത്തിൽ നിന്ന് അകന്നു പോയത് ആണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നിന്നും അകന്നു പോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഇഹലോകത്തിലേക്ക് വന്ന കർത്താവായ യേശുക്രിസ്തു മൂലം ആമേൻ ശാപം എന്ത് ചെയ്യാ? റദ്ദാക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളുടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ന്റെ ആമേൻ 2. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ, നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ അകൃത്യങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെ എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ വേർപാടിന്റെ ഒരു മതില് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, അല്ലേ? ആമേൻ. ക്രൂശിൽ എന്താ സംഭവിച്ചത്? ആ മതിൽ എന്ത് ചെയ്തു? പൊളിഞ്ഞു. ഹല്ലേലൂയ. ആ വേർപാടിന്റെ നടിച്ചുവരിനെ എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ക്രൂശിൽ മതിൽ പൊളിഞ്ഞു. ഹല്ലേലൂയ. ദൂരം കുറഞ്ഞു. ആമേൻ. ബന്ധം പുനഃസ്ഥാപിച്ചു. ഹല്ലേലൂയ. ഇപ്പോൾ ആമേൻ നമുക്ക് ദൈവത്തെ അപ്പാ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ അകത്ത് നൽകുവാൻ തക്കവണ്ണം ഇടയായി. അതാ റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം വായിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല നാം അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിലൂടെ ലഭിക്കുന്ന ശാപമുക്തി എന്ന് പറയുന്നത്, ഒന്ന് ന്യായവിധിയിൽ നിന്നുള്ള മോചനമാണ്, 2 മരണഭീതിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, 3 സാത്താന്റെ അധികാരത്തിൽ നിന്നുള്ള വിടുതലാണ്, 4 ആത്മീയ അന്ധതയിൽ നിന്നുള്ള വെളിച്ചമാണ്, 5 ദൈവത്തിൽ നിന്ന് ആമേൻ വേർപാട് അവസാനിച്ച് ഈ ഭൗതിക സമ്പത്ത് ഉറപ്പാക്കുന്ന വാഗ്ദാനമല്ല, ഇത് നിത്യ ആത്മീയ മോചനമാണ്. ആമേൻ. നിത്യജീവനിലേക്ക്, ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആമേൻ ഹല്ലേലൂയ മോചനമാണ്. അതുകൊണ്ടാണ് ആമേൻ നാം വായിച്ചത്, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല എന്നത്. ഹല്ലേലൂയ. അപ്പോ ന്യായപ്രമാണ ശാപത്തിൽ നിന്ന് ആമേൻ വിടുതൽ ആമേൻ ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ആമേൻ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ആമേൻ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാകും. ആമേൻ. വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? കഷ്ടം ഉണ്ടാകും. ഹല്ലേലൂയ. അതായത് ശ്രദ്ധിക്കണം സഭേ, ആമേൻ. അതെ, കഷ്ടം ശാപമല്ല. പ്രൈസ് ദി ലോർഡ്. പരീക്ഷ ശാപമല്ല. ദാരിദ്ര്യം ശാപമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ? ഇല്ല. സ്വത്രം. ഇന്ന് രാത്രി ഇതിനകത്ത് ജോയിൻ ചെയ്ത പലരും ആമേൻ ലെഫ്റ്റ് അടിച്ച് പോയിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്നവരുടെ ആത്മീയ ലെവല് ആമേൻ ഉയരാൻ പോകുകയാണ്. ആമേൻ. അവർ ദൈവത്തോട് അടുക്കുവാൻ പോകുകയാണ്. ആമേൻ. അവർ ദൈവിക നന്മകൾ പ്രാപിക്കുവാൻ പോകുകയാണ്. കാരണം ആമേൻ നാം ശാപത്തിന്റെ കീഴിലല്ല. ആമേൻ. കുടുംബ ശാപം, സാമ്പത്തിക ശാപം, തലമുറ ശാപം, ഹല്ലേലൂയ,
ആമേൻ. എന്നാൽ വിശുദ്ധ ബൈബിളിൽ ആമേൻ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും എന്ന് തന്നെ അനുഗമിക്കുന്നവരോട് യേശു കർത്താവ് പറഞ്ഞു. ഹല്ലേലൂയ. ക്രൂസിൽ ജയോത്സവം കൊണ്ടാടി മരണമേ, മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് തന്നെ അനുഗമിക്കുന്നവരോടായി പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാകും. അതായത് കഷ്ടം എന്തല്ല, ശാപമല്ല. പരീക്ഷ എന്തല്ല, ശാപമല്ല. ദാരിദ്ര്യം എന്തല്ല, ശാപമല്ല. ശാപമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ലേ? ആമേൻ. യോബിന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പാപം ചെയ്തത് കൊണ്ടാണോ കഷ്ടം വന്നത്? അല്ല. യോബിന്റെ ജീവിതത്തിൽ ശാപമായിരുന്നോ? ഹല്ലേലൂയ. ആമേൻ. യോബിന്റെ പുസ്തകം 1:8. ആമേൻ. അതെ, യോബിനെ കുറിച്ച് ഒരു മനുഷ്യനല്ല പറയുന്നത്, ദൈവം പോലും പറയുകയാണ്. വായിച്ചേ യോബിന്റെ പുസ്തകം 1:8. യഹോവ സാത്താനോട് എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. ആമേൻ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ ആമേൻ, അത് പരിശുദ്ധാത്മാവ് വളരെ ആമേൻ ഹൃദയ സ്പർശിയായി ആമേൻ നിങ്ങളോട് സംസാരിക്കുവാനിടയാകും. ആമേൻ. അതെ, ഇവിടെ ആമേൻ അവനെ പോലെ നിഷ്കളങ്കൻ ഇല്ല. ആമേൻ. അതായത് എല്ലാ കഷ്ടവും എന്നല്ല, ശാപമല്ല. സ്തോത്രം. തലമുറ ശാപം, തലമുറകളുടെ മേലുള്ള ശാപം. പുറപ്പാട് പുസ്തകം 20:5 വായിച്ചേ. ഈ തലമുറയൊക്കെ ശാപത്തിന്റെ കീഴിലാണ് എന്ന് ചിന്തിക്കുന്നവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വായിച്ചാട്ടെ. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. നോക്കണേ, പിതാക്കന്മാരുടെ അകത്യം മക്കളുടെ മേൽ. ഹല്ലേലൂയ. എന്നാൽ അത് താഴോട്ട് വായിക്കുമ്പോൾ ഒന്നും കൂടെ വായിച്ചേ, വ്യക്തമായിട്ട് വായിച്ചേ. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ. അപ്പൊ ആരുടെ മേലാണ്? വെറുക്കുന്നവരുടെ മേൽ. അല്ലേ? ഹല്ലേലൂയ. വെറുക്കുന്നവരുടെ മക്കളുടെ മേൽ. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ മക്കളുടെ മേൽ. എന്നെ വെറുക്കുന്നവരുടെ മക്കളുടെ മേൽ. അല്ലേ? എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം ആമേൻ 20-ാം വാക്യം ഒന്ന് വായിച്ചു. എഴുതപ്പെട്ട ആമേൻ നിയമം, ആമേൻ കുറ്റപത്രം, രേഖ. ഹല്ലേലൂയ. ആമേൻ. അതേ, പുറപ്പാട് പുസ്തകത്തിനകത്ത് കൽപ്പന എഴുതിയപ്പോൾ അതിനകത്ത് എഴുതിയ ആമേൻ വാക്യമാണ് ആമേൻ നാം വായിച്ചത്. ഹല്ലേലൂയ. എന്നാൽ എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 20-ാം വാക്യം ഒന്ന് വായിക്കാം. പാപം
ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട. മകൻ അപ്പന്റെ അകൃത്യം ക്ഷമിക്കേണ്ട. അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട. അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. ആമേൻ. ഹല്ലേലൂയ. നോക്കണമേ, മകൻ പിതാവിന്റെ അകൃത്യം എന്ത് ചെയ്യണ്ട? വഹിക്കേണ്ട. ആമേൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ തലമുറയുടെ വിധി. ആമേൻ. പുതിയ നിയമത്തിൽ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ആമേൻ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് ആത്മാവിൽ ആമേൻ ദൂത് പറഞ്ഞത്, ആമേൻ ആത്മാവിൽ ആമേൻ പ്രബോധിപ്പിച്ചത്. ആമേൻ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആർക്കെങ്കിലും ക്രിസ്തുവിൽ ആകണമെങ്കിൽ ഹല്ലേലൂയ അവനെ വിശ്വസിക്കുക, അവനെ സ്വീകരിക്കുക. ആമേൻ. അത് മുഖാന്തരം അവൻ പുതിയ സൃഷ്ടിയാകുകയാണ്. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണെങ്കിൽ പഴയ ശാപം നിയമപരമായി അവസാനിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ഈ വചന വെളിപ്പാടിൽ ആമേൻ കയറുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. 5-ാമതായി ആമേൻ. എന്നാൽ വിശ്വാസികൾക്ക് എന്തുകൊണ്ട് പോരാട്ടം? ഹല്ലേലൂയ. അപ്പോ സാമ്പത്തിക ശാപം എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഹല്ലേലൂയ. ജീവിത ശാപം എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. കുടുംബ ശാപം എന്ന് പറയുന്ന ഒന്നുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നാം ആമേൻ വചനത്തിലൂടെ അത് പരിശോധിച്ചു വരികയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വിശ്വാസികൾക്ക് എന്തുകൊണ്ട് പോരാട്ടം ഹല്ലേലൂയ ഉണ്ടാകുന്നു? ആമേൻ. കാരണം ആമേൻ വിത്ത് വിതച്ചതിന്റെ ഫലമാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 7-ാം വാക്യം. വഞ്ചനപ്പെടാതിരിപ്പീൻ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ജീവിതത്തിൽ നീ കൊയ്യേണ്ടത് എന്താണെന്ന് നീ എന്ത് ചെയ്യണം? ആമേൻ. തീരുമാനിക്കണം. ഹല്ലേലൂയ. ആമേൻ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്തെടുക്കുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. വായിച്ച ഒന്നും കൂടെ. വഞ്ചനപ്പെടാതിരിപ്പീൻ. വഞ്ചനയുടെ ലോകമാ. ആമേൻ. ആദ്യം തന്നെ ഭൂമി ശപിക്കപ്പെടുവാൻ കാരണം വഞ്ചനയാണ്. ഹല്ലേലൂയ. ആദമിനെയും ഹവ്വയെയും മനോഹരമായ തോട്ടത്തിൽ ആക്കി വെച്ചപ്പോ അവരെ വഞ്ചിച്ച വഞ്ചകൻ ഇന്നും അനേകരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ക്രിസ്തുവിൽ സ്വതന്ത്രരായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളോട് ആത്മാവിൽ അതേ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് വഞ്ചനപ്പെടാതിരിപ്പീ. ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഹല്ലേലൂയ. ആമേൻ. ഇത് ആത്മീയ യുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതേ പോരാട്ടം എന്ന് പറയുന്നില്ലേ? ആമേൻ. നിന്നോട് പോരാടുന്നത് ആമേൻ ഹല്ലേലൂയ മനുഷ്യനല്ല. ഹല്ലേലൂയ. നിന്നെ പോരാടി പരാജയപ്പെടുത്തുവാൻ സാത്താൻ ഊടാടി സഞ്ചരിക്കുകയാണ്. ഏദനിൽ ആമേൻ പരാജയപ്പെടുത്തിയ ആ പിശാച് ഹല്ലേലൂയ ആദിമ മനുഷ്യനായ ആദാമിനെ പരാജയപ്പെടുത്തുവാൻ നോക്കി. അതേ തന്ത്രവുമായി അതേ മരുഭൂമിയിൽ ആമേൻ ആമേൻ ഒടുക്കത്തെ ആദാമാകുന്ന യേശുവിനെ വല വീശി ആമേൻ പിടിച്ച് തകർക്കാൻ നോക്കി. പക്ഷെ വചനം കൊണ്ട് അവന്റെ തലയെ തകർക്കുവാൻ, അവനെ പരാജയപ്പെടുത്തുവാൻ ഒടുക്കത്തെ ആദാമിനെ ദൈവം ശക്തീകരിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്നെ തകർക്കാൻ വല വീശുന്ന ആ പിശാചിന്റെ തലയെ ചവിട്ടുവാൻ മെതിക്കുവാനുള്ള അധികാരം തന്റെ പുത്രൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ആ അധികാര പരിധിയിലായിരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ആമേൻ. അതെ ശാപത്തിന്റെ കീഴിലല്ല, ശാപത്തിന്മേൽ ജയം കൈവരിച്ച ക്രിസ്തുവിൽ ആണ് ഞാൻ നിങ്ങളും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പോരാട്ടമുണ്ട്. ഈ പോരാട്ടം എന്ന് പറയുന്നത് ശാപമായിട്ട് കാണരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആമേൻ ഭക്തൻ
ഭക്തനായ ഇയ്യോബിനെ കുറിച്ച് ദൈവം പോലും സാക്ഷ്യം പറഞ്ഞപ്പോ ഈ പോരാട്ട പുള്ളി ആമേൻ സാത്താൻ ആമേൻ ഇയ്യോബിനെ ലക്ഷ്യമിട്ടത് ഹല്ലേലൂയ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ നിന്നെ ദൃഷ്ടി വെച്ച് നിന്നെ തകർക്കാൻ പിന്തുടരുന്ന ആമേൻ ചതിയനും വഞ്ചകനുമായ ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളെ അറിയാതെ പോകരുത്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചാട്ടെ. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോക അധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമത്രേ. ഹല്ലേലൂയ. അപ്പോ ആമേൻ ആമേൻ വിത്ത് വിതച്ചതിന്റെ ഫലമാണ് നീ കൊയ്യുന്നത്. ഹല്ലേലൂയ. 2 ആത്മീയ യുദ്ധമാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ദുഷ്ടാത്മസേനകളോടുമാണ്. ഹല്ലേലൂയ. ആമേൻ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു 1-ാം അധ്യായം അതിന്റെ 2-3 വാക്യം. ഹല്ലേലൂയ. യാക്കോബ് അപ്പോസ്തലൻ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3. ഹല്ലേലൂയ. എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവേൻ. ഹല്ലേലൂയ. 1 വിത്ത് വിതച്ചതിന്റെ ഫലം. ആമേൻ. അതെ. 2 ആത്മീയ യുദ്ധം. 3 വിശ്വാസത്തിന്റെ പരീക്ഷ. ഹല്ലേലൂയ. ആമേൻ. ഇവ ശാപമല്ല. സ്തോത്രം. ഇത് 3ഉം ആത്മീയ യാത്രയുടെ ഭാഗമാണ്. ഹല്ലേലൂയ. എന്നാൽ യേശുവിൽ ലഭിക്കുന്ന ശാപമുക്തിയുടെ ആ മേഖലകൾ ആമേൻ നാം ആമേൻ ചിന്തിച്ചത് വീണ്ടും ഒന്നും കൂടെ ചിന്തിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. മരണഭീതിയിൽ നിന്ന്. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖനം 2-14-15 ആമേൻ നാം വായിച്ചു. മരണഭീതിയിൽ നിന്ന്. 1 പാപശിക്ഷയുടെ ശാപത്തിൽ നിന്ന് ആമേൻ യേശുവിലൂടെ നമുക്ക് ശാപമുക്തി ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. റോമാലേഖനം 8-1. ആമേൻ. പാപ ശിക്ഷയുടെ ശാപത്തിൽ നിന്ന്. ആമേൻ. 2 ആമേൻ റോമാലേഖനം ആമേൻ എബ്രായ ലേഖനം 2-14-15 വാക്യം. ആമേൻ. മരണഭീതിയിൽ നിന്ന്. ഹല്ലേലൂയ. ആമേൻ. 3 ആമേൻ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. സാത്താന്റെ അധികാരത്തിൽ നിന്ന്. ആമേൻ. നാം അതിനെക്കുറിച്ച് ആമേൻ അതെ വിശകലനം ചെയ്ത് ചിന്തിച്ചതായതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ആമേൻ. 4-മതായി 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. ആത്മീയ അന്ധതയിൽ നിന്ന്. ഹല്ലേലൂയ. 5-മതായി ദൈവത്തിൽ നിന്ന് ആമേൻ വേർപെട്ട എന്ന ആ ശാപത്തിൽ നിന്ന്. എഫേസ്യർ 2:13 നമുക്കത് കാണുവാനാണ് കഴിയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് സത്യമായ ശാപമുക്തി. ഹല്ലേലൂയ. ആമേൻ. യേശുവിൽ നിന്ന് ലഭിക്കുന്ന ശാപമുക്തിയുടെ മേഖലകൾ ഇതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ശാപമുക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഭൗതിക സാഹചര്യങ്ങൾ മാത്രം ചിന്തിക്കരുത്. ഹല്ലേലൂയ. ബൈബിൾ പഠിപ്പിക്കുന്ന ശാപമുക്തി ആത്മീയവും നിത്യവുമായ മോചനമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഹല്ലേലൂയ. നിത്യമായ ശാപത്തിൽ നിന്ന് ഒരു വിടുതൽ. ആമേൻ. ഹല്ലേലൂയ. നിത്യമായ മരണത്തിൽ നിന്ന് നിത്യമായ ജീവനിലേക്ക് ആമേൻ നമ്മെ നയിക്കുന്ന ക്രൂശിന്റെ വചനം. നശിച്ചു പോകുന്നവർക്ക് മോക്ഷവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവ ശക്തിയുമാകുന്നു. ഇന്ന് രാത്രി നമ്മെ ശക്തീകരിക്കുന്ന ഹല്ലേലൂയ നമ്മെ ബലപ്പെടുത്തുന്ന ദൈവവചനത്തിന് മുമ്പാകെ എത്ര പേർ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും?
നിത്യശാപത്തിൽ നിന്നുള്ള ഒരു വിടുതൽ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഹല്ലേലൂയ, ഇനി ശാപം ഉണ്ടാകുകയില്ല. ആമേൻ. വായിച്ചാട്ടെ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കുന്നു. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. 22-3 വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 3-ാം വാക്യം. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. ആമേൻ. നോക്കിക്കേ, ആമേൻ. ഇനി ശാപമുണ്ടാകുകയില്ല. ക്രിസ്തുവിലൂടെ ആ നരക ശിക്ഷയിൽ നിന്ന് വിടുതൽ. ആമേൻ. ആമേൻ. മരണം, ഹല്ലേലൂയ, നിത്യമായ മരണം, ആമേൻ, അതിൽ നിന്ന് നിത്യമായ ജീവനിലേക്ക് ആ യേശു ക്രൂശിൽ യാഗമായി തീർന്നത് മൂലം ആമേൻ നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായി. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാനുള്ള അധികാരം ദൈവം നൽകിയിരിക്കുകയാണ്. പ്രിയരെ, ഇതാണ് പരമാവധി ശാപമുക്തി എന്നുള്ള വിഷയത്തെ കുറിച്ച് ആമേൻ വിശുദ്ധ ബൈബിളിൽ ആമേൻ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ആമേൻ പൂർണ്ണമായ വിടുതൽ, പാപത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുതൽ, രോഗത്തിന്റെ ഭാരത്തിൽ നിന്ന് വിടുതൽ, നിത്യശിക്ഷയിൽ നിന്ന് വിടുതൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവസാനമായി ദൈവം ആമേൻ എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്, നീ ക്രിസ്തുവിൽ ആണോ? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ആണോ? ഹല്ലേലൂയ. ക്രിസ്തുവിൽ ആകുന്നുവെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം വായിക്കുന്നു. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുമെങ്കിൽ നിങ്ങൾ ആമേൻ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ സത്യമായും സ്വതന്ത്രരാകും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശാപത്തിൻ കീഴിലല്ല. ജീവിത ശാപം എന്ന് പറയുന്ന ഒന്നിന്റെ കീഴിൽ അല്ല നിങ്ങൾ. ഹല്ലേലൂയ. സാമ്പത്തിക ശാപത്തിന്റെ കീഴിലല്ല നിങ്ങൾ. ഹല്ലേലൂയ. കുടുംബ ശാപത്തിന്റെ കീഴിലല്ല നിങ്ങൾ. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറകൾ ശാപത്തിന്റെ കീഴിലല്ല. ഹല്ലേലൂയ. വായിച്ചു യോഹന്നാൻ 8:36. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ആമേൻ. നാളിതുവരെ ആ സ്വാതന്ത്ര്യം ആമേൻ അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ആമേൻ ആ വഞ്ചകൻ ആമേൻ ആ ചതിയിൽ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ആമേൻ വലവീശി ആമേൻ വീഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ ആമേൻ പോരാടി ജയിക്കുവാൻ, ആമേൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ, വചനത്തിൽ വേരൂന്നി വളരുവാൻ ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഏവരെയും സ്വർഗത്തിലെ വലിയവനായി ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുമെങ്കിൽ നിങ്ങൾ സത്യമായും സ്വതന്ത്രരാകും. ഇന്ന് രാത്രി ആ ക്രൂശിൽ ദയോത്സവം കൊണ്ടാടിയ ക്രിസ്തുവിലൂടെയുള്ള ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ, നിങ്ങൾ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ രക്ഷപ്പെടും? ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശാപത്തിൻ കീഴിലല്ല. ഇനി നാം ശാപത്തിൻ കീഴിലല്ല. ഹല്ലേലൂയ. ആമേൻ. പുത്രന്റെ കീഴിലാണ്. ഹല്ലേലൂയ. പുത്രൻ നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുമെങ്കിൽ നിങ്ങൾ സത്യമായും സ്വതന്ത്രരാകും. എല്ലാ കണ്ണുകളും അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനും പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കൂടി വന്ന ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവേ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും, പാപത്തിന്റെ ശാപത്തിൽ നിന്നും, നിത്യ ശിക്ഷയിൽ നിന്നും ഇന്ന് രാത്രി ജനത്തെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുവിൽ ആമേൻ എല്ലാവരെയും അവിടുന്ന് സ്വതന്ത്രരാക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി കർത്താവേ. പാപശിക്ഷയിൽ നിന്ന് വിടുവിച്ചതിനായി നന്ദി. മരണഭീതിയിൽ നിന്ന് മോചനം നൽകിയതിനായി നന്ദി കർത്താവേ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ആമേൻ വെളിച്ചത്തിലേക്ക് മാറ്റിയതിനായി നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണുകളിൽ വെളിച്ചം തെളിയിച്ച് ദൈവത്തിൽ നിന്ന് വേർപെട്ടവനല്ല, അവിടുത്തെ മകനായി ജീവിക്കുവാൻ അവിടുത്തെ കൃപ ഇന്ന് രാത്രി എല്ലാവരുടെ മേലും അവിടുന്ന് പകരണമേ കർത്താവേ. ഇന്ന് രാത്രി തെറ്റിദ്ധാരണകൾ മാറട്ടെ, തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്തകൾ മാറട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രി അവിടുന്ന് നൽകിയ വചനങ്ങൾക്കായി സ്തോത്രം. ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിച്ച് ശിഷ്ടായ ഈ ഭൂമിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ എല്ലാവർക്കും കൃപ കൊടുക്കണമേ കർത്താവേ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചവനാകുന്നു എന്ന് പറഞ്ഞു കർത്താവിലൂടെ ചൈതന്യമായ ജീവിതം നയിപ്പാൻ സമർപ്പിക്കപ്പെടുന്ന എല്ലാവരെയും സ്വർഗം മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. എന്റെ കൃപ നിനക്ക് മതി, കൃപ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകയാൽ ഇന്ന് രാത്രി അവിടുന്ന് ബലപ്പെടുത്തണമേ, അവിടുന്ന് ശക്തീകരിക്കണമേ. അവിടുന്ന് അവരവന് വേണ്ടി പ്രത്യാശയോടെ സ്വീകാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ അർപ്പിച്ചു ഞങ്ങൾക്ക് ജയം നൽകി തന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ, അമ്മേ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ക്രൂശിൽ തറച്ചിരിക്കുന്നു എന്റെ കുറ്റപത്രം, രക്തത്തിൽ കഴുകിയിരിക്കുന്നു എന്റെ ജീവിതം. ശാപമായി തീർന്നവൻ എന്റെ രക്ഷകൻ, മരണത്തെ ജയിച്ചവൻ എന്റെ ജീവൻ. ന്യായവിധി ഇനി എനിക്കില്ല, ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രൻ. ഇരുട്ടിന്റെ രാജ്യം വിട്ടു ഞാൻ മരത്തെത്തിന്റെ രാജ്യത്തിൽ ചേർന്നു. ഞാൻ മരണഭയം തകർന്നു പോയി, നിത്യജീവൻ തുറന്നു നിന്നു. ദൂരസ്ഥനല്ല ഞാനിനി, രക്തത്താൽ സമീപസ്ഥൻ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, പുതിയ സൃഷ്ടി ഞാൻ ഇന്നാണ്. ക്രൂശ് തോൽവിയല്ല, അത് ജയഘോഷം തന്നേടെ. ക്രൂശിൽ തറച്ചിരിക്കുന്നു എന്റെ കുറ്റപത്രം, രക്തത്തിൽ കഴുകിയിരിക്കുന്നു എന്റെ ജീവിതം.
ശാപമായി തീർന്നവൻ എൻ്റെ രക്ഷകൻ, മരണത്തെ ജയിച്ചവൻ എൻ്റെ ജീവൻ. ന്യായവിധി എനിക്കില്ല, ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രൻ. ഇരുട്ടിൻ്റെ രാജ്യം വിട്ടു ഞാൻ, വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ ചേർന്നു ഞാൻ. മരണഭയം തകർന്നു പോയി, നിത്യജീവൻ തുറന്നു നിന്നു. ദൂരസ്ഥനല്ല ഞാനിനി, രക്തത്താൽ സമീപസ്ഥൻ. പഴയതെല്ലാം കഴിഞ്ഞു പോയി, പുതിയ സൃഷ്ടി ഞാൻ ഇന്നാണ്. ക്രൂശിസ് തോൽവിയല്ല, അത് ജയഘോഷം തന്നെ. ക്രൂശിൽ തറച്ചിരിക്കുന്നു എന്റെ കുറ്റപത്രം, രക്തത്തിൽ കഴുകിയിരിക്കുന്നു എന്റെ ജീവിതം. ശാപമായി തീർന്നവൻ എന്റെ രക്ഷകൻ, മരണത്തെ ജയിച്ചവൻ എന്റെ ജീവൻ. ന്യായവിധി എനിക്കില്ല, ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രൻ. ഇരുട്ടിന്റെ രാജ്യം വിട്ട ഞാൻ വെളിച്ചത്തിന്റെ രാജ്യത്തിൽ ചേർന്നു. ഞാൻ ഭരണഭയം തകർന്നുപോയി, നിത്യജീവൻ തുറന്നു. ദൂരസ്ഥനല്ല ഞാൻ ഇനി, രക്തത്താൽ സമീപസ്ഥൻ. പഴയതെല്ലാം കഴിഞ്ഞുപോയി, പുതിയ സൃഷ്ടി ഞാൻ ഇന്നാണ്. ക്രൂശിൽ തോൽവിയല്ല, അത് ജയഘോഷം തന്നെ. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. 9744703489 എന്ന നമ്പറിലോ 9778201595 എന്ന നമ്പറിലോ വാട്സാപ്പിലോ മെസ്സഞ്ചറിലോ ഇൻസ്റ്റാഗ്രാമിലോ ഗൂഗിളിലോ യൂട്യൂബിലോ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ചുമൽ കൊടുക്കാം. രാത്രി സുഖകരമായ നിദ്ര എല്ലാവർക്കും ദൈവം ദാനമായി നൽകട്ടെ. ദൈവം അനുവദിച്ചാൽ വീണ്ടും കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരാം. അതുവരെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവിടെ ഇവിടങ്ങളിലായി സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. See you again.